സുഹൃത്തുക്കളെ, എസ് ആൻഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും ചിത്തോടുഗഡ് കോട്ടയിലേക്ക് പോവുകയാണ്. കോട്ടയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയെപ്പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ സ്ഥിതിക്ക് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ കോട്ട 700 ഏക്കറോളം വിസ്തൃതിയുള്ളതാണ്. 4 കൊട്ടാരങ്ങൾ ഉൾപ്പെടെ 65 സ്മാരകങ്ങൾ, 19 വലിയ ക്ഷേത്രങ്ങൾ, 20 ജലാശയങ്ങൾ മുതലായവയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിത്തോടുഗഡിൽ മീരാബായിയുടെ കഥ പറഞ്ഞുവല്ലോ. ഇന്ന് ചിത്തോടുഗഡ് കോട്ടയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ഈ കോട്ടയിൽ നടന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആത്മഹൂതിയുടെ കഥകളാണ്. പ്രത്യേകിച്ച് റാണി പത്മാവതിയുടെ. ആ കഥ വഴിയെ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഈ കോട്ടയുടെ മുകളിലുള്ള കുറച്ച് സ്മാരകങ്ങളെ പരിചയപ്പെടാം. കണ്ടില്ലേ, ഈ കാണുന്ന സ്ഥലത്ത് ഒരു നിർമ്മിതി പോലും നല്ല അവസ്ഥയിലില്ല. പണ്ടുകാലത്ത് ഇവിടെ എന്തായിരുന്നു എന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഇത് തകർന്നു കിടക്കുകയാണ്. ആ കാണുന്നതൊരു ശിവക്ഷേത്രമാണ്. ഇവിടെ കല്ലിൽ കൊത്തിയെടുത്ത നല്ലൊരു നന്ദി പ്രതിമയുണ്ട്. ഈ കാണുന്നത് ഗോമുഖ് കുണ്ഡ് എന്നറിയപ്പെടുന്ന ഒരു കുളമാണ്. അതിനോട് ചേർന്ന് ഗോമുഖ് ശിവക്ഷേത്രമുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് താഴെ പോയിട്ട് കാണാം. ഈ ശിവക്ഷേത്രത്തിൻ്റെ പുറം കാഴ്ചകളൊന്ന് നോക്കൂ. എത്രമാത്രം കൊത്തുപണികളാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. വിദേശി ആക്രമണങ്ങൾ കൊണ്ടും കാലപ്പഴക്കങ്ങൾ കൊണ്ടും ഈ കൊത്തുപണികളിലെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ഈ ആനകളുടെ കൊത്തുപണികൾ ശ്രദ്ധിക്കൂ. ഒരാനയുടെയും തുമ്പിക്കൈകളില്ല, എല്ലാം പൊട്ടിപ്പോയിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ഇപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ സൗന്ദര്യം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത് സമാധീശ്വര ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. 11ാം നൂറ്റാണ്ടിലെ ഒരു നിർമ്മാണമായ ഇത് AD 1428 മഹാറാണ മോക്കൽ പുനഃസ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നു. ചിത്തോടുഗഡിലെ ത്രിഭുവന നാരായണ ക്ഷേത്രം പരമാര രാജാവായ ഓജനാണ് നിർമ്മിച്ചതെന്ന് ചരിത്രകാരനായ GH ഓജ പറയുന്നു. ഈ ക്ഷേത്രം ഇന്നത്തെ സമാധീശ്വര ക്ഷേത്രമാണെന്ന് ഓജ സ്ഥാപിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ ഗോമുഖ് കുളവും അവിടുത്തെ ശിവക്ഷേത്രവും കാണാൻ പോകും. ഇതെല്ലാം നിലംപതിച്ച് കിടക്കുന്ന ക്ഷേത്രങ്ങളുടെയും മറ്റു നിർമ്മിതികളുടെയും അവശിഷ്ടങ്ങളാണ്. എല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. പല രാജാക്കന്മാരുടെയും ആക്രമണങ്ങളെ നേരിട്ട കോട്ടയാണ് ഈ ചിത്തോടുഗഡ് കോട്ട. ഇങ്ങനെ ആക്രമണങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മേവാട് രാജ്യത്തിൻ്റെ തലസ്ഥാനം ചിത്തോടുഗഡിൽ നിന്നും ഉദയ്പൂരിലേക്ക് മാറ്റിയത്. കുളത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ശിവലിംഗത്തിലേക്ക് എല്ലാ കാലത്തും വെള്ളം വീണുകൊണ്ടിരിക്കും. അതിൻ്റെ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ പാറകൾക്കിടയിൽ അത്രമാത്രം ജലം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കുളം നിറഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. കുളത്തിൽ ചെറിയ മത്സ്യങ്ങളും ധാരാളമുണ്ട്. ഇനി നമുക്ക് റാണി പത്മിനി കൊട്ടാരം കാണാൻ പോകാം. ഗുഹില രാജവംശത്തിലെ രാജാവായിരുന്ന രാജാ രത്തൻ സിംഗിൻ്റെ പത്നിയായിരുന്നു റാണി പത്മാവതി. അതീവ സുന്ദരിയായിരുന്നത്രേ റാണി പത്മാവതി.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1303 ഡൽഹി സുൽത്താനേറ്റിലെ രാജാവ് അലാവുദ്ദീൻ ഖിൽജി ചിത്തോട് ആക്രമിക്കുന്നത്. ഈ ആക്രമണം രാജാ രത്താൻ സിംഗിൻ്റെ പത്നിയായിരുന്ന റാണി പത്മാവതിയെ സ്വന്തമാക്കാനായിരുന്നു എന്ന് പറയപ്പെടുന്നു. പ്രചരിക്കുന്ന കഥ പ്രകാരം രാജ്യത്തെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം റാണി പത്മാവതിയെ നേരിൽ കാണിക്കണമെന്ന് അലാവുദ്ദീൻ ഖിൽജി പറഞ്ഞു അത്രേ. അതിൻ പ്രകാരം വെള്ളത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന തൻ്റെ കൊട്ടാരത്തിലെ സ്റ്റെപ്പിൽ നിൽക്കുന്ന റാണിയുടെ പ്രതിബിംബം കണ്ണാടിയിലൂടെ കാണിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ റാണിയെ സ്വന്തമാക്കാൻ രത്തൻ സിംഗുമായി ഖിൽജി യുദ്ധത്തിലേർപ്പെട്ടു. രാജ്യം കീഴടക്കിയ ഖിൽജി 30,000 നാട്ടുകാരെ കൊന്നുകളഞ്ഞു എന്ന് പറയപ്പെടുന്നു. കീഴടങ്ങൽ അനിവാര്യമായ അവസരത്തിൽ ഖിൽജിക്ക് കീഴടങ്ങാൻ തയ്യാറല്ലാത്ത റാണി പത്മാവതിയും മറ്റു സ്ത്രീകളും കുട്ടികളും കൂടി തീയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അന്നത്തെ കാലത്തൊരു സമ്പ്രദായമായിരുന്നു ഇത്തരത്തിലുള്ള ജോഹർ എന്നറിയപ്പെട്ടിരുന്ന കൂട്ട ആത്മഹത്യ. ഇതാണ് പത്മിനി കൊട്ടാരം എന്നറിയപ്പെടുന്ന സ്ഥലം. ഇവിടെ റാണി പത്മാവതിയും അവരുടെ തോഴിമാരും താമസിച്ച സ്ഥലമാണ്. ആ കാണുന്ന സ്ഥലമാണ് പത്മിനി ഖിൽജിയെ കണ്ണാടിയുടെ പ്രതിബിംബം കാണിക്കാൻ വേണ്ടി നിന്നത് എന്ന് പറയപ്പെടുന്നു. ഈ കാണുന്ന സ്ഥലത്ത് കണ്ണാടികൾ സ്ഥാപിച്ചിരുന്നു അത്രേ. ഇപ്പോൾ അതിൻ്റെ ഹുക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ഉപരോധം 1535 സംഭവിക്കുന്നത്. 1526 ഗുജറാത്ത് സുൽത്താനായി അധികാരത്തിലെത്തിയ ബഹദൂർ ഷാ 1535 ചിത്തോഡ്ഗഡ് കോട്ട ഉപരോധിച്ചു. കോട്ട വീണ്ടും കീഴടക്കപ്പെട്ടു. റാണ വിക്രമാദിത്യൻ, സഹോദരൻ ഉദയ് സിംഗ് രണ്ടാമൻ, വിശ്വസ്തയായ വേലക്കാരി പന്നാബായി എന്നിവർ മാതൃബന്ധുവായ ബൂണ്ടിയിലേക്ക് പലായനം ചെയ്തതിനെ തുടർന്ന് അവരുടെ അമ്മ റാണി കർണാവതി 13,000 രജപുത്ര സ്ത്രീകളുമായി ചിതയിൽ സ്വയം തീ കൊളുത്തി മരണം ഏറ്റുവാങ്ങിയതായി പറയപ്പെടുന്നു. 3200 രജപുത്ര യോദ്ധാക്കൾ പോരാടാൻ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് ഓടിയെത്തി തുടർന്നുള്ള യുദ്ധത്തിൽ മരിച്ചതായി പറയപ്പെടുന്നു. മൂന്നാമത്തെ ഉപരോധം 1535 സംഭവിക്കുന്നത്. ഗുജറാത്തി തുറമുഖങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നേടുന്നതിനും വ്യാപാരമാർഗം സ്ഥാപിക്കുന്നതിനുമായി റാണ ഉദയ് സിംഗ് രണ്ടാമൻ ഭരിച്ചിരുന്ന മേവാഡ് കീഴടക്കാൻ അക്ബർ ആഗ്രഹിച്ചു. മാൾവയെ ആക്രമിക്കാൻ തയ്യാറെടുക്കാൻ ധോൽപൂരിൽ തമ്പടിച്ചിരിക്കുമ്പോൾ പിതാവുമായി വഴക്കിട്ട റാണയുടെ മകൻ ശക്തി സിംഗ് ഓടിപ്പോയി അക്ബറിനെ സമീപിച്ചു. ഈ കാഴ്ചകളൊന്നിൽ 1567 ഓഗസ്റ്റിൽ ചിത്തോഡ്ഗഡിനെതിരെ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായി അക്ബർ ചക്രവർത്തി പരിഹസിച്ചുകൊണ്ട് നടത്തിയൊരു പരാമർശം ഉണ്ടായത്രേ. ഈ പരാമർശത്തിൽ ഞെട്ടിപ്പോയ ശക്തി സിംഗ് നിശബ്ദമായി ചിത്തോഡ്ഗഡിലേക്ക് മടങ്ങി. അക്ബറിൻ്റെ വരാനിരിക്കുന്ന ആക്രമണത്തെപ്പറ്റി പിതാവിനെ അറിയിച്ചു. ശക്തി സിംഗിൻ്റെ ഈ മിണ്ടാതെ പോകലിൽ അക്ബർ കോപാകുലനായി. റാണകളുടെ അഹങ്കാരം ശമിപ്പിക്കാൻ മേവാഡിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. ഈ ഗേറ്റ് അറിയപ്പെടുന്നത് സൂരജ് ഗേറ്റ് എന്ന പേരിലാണ്. ഈ ഗേറ്റിൻ്റെ ഇരുമ്പിൻ്റെ കൂർത്ത മുള്ളുകൾ കണ്ടോ? പണ്ടത്തെ കാലത്ത് കോട്ട അടഞ്ഞു കിടക്കുമ്പോൾ ശത്രു സൈന്യം ആനകളെ ഉപയോഗിച്ച് ഈ വാതിലുകൾ തള്ളിത്തുറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പണിതിരിക്കുന്നത്. 1303 ആക്രമണങ്ങൾ ഈ ഗേറ്റിലൂടെ ആയിരുന്നു അത്രേ. ഇത് കോട്ടയുടെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വഴികൾ ഇപ്പോൾ ഉപയോഗിക്കാത്തതിനാൽ ആകെ ശോചനീയമായ അവസ്ഥയിലാണ്. ഈ കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മനോഹര സൗധമാണ് ജൈൻ മന്ദിറുകൾ. സത്തായിസ് ദേവരി, ശൃംഗാർ ചോരി 1448 സാത് ബീവി ദേവരി 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലും പണിതതായിട്ട് പറയപ്പെടുന്നു. ചിത്തോഡ്ഗഡിൻ്റെ പ്രതീകവും വിജയത്തിൻ്റെ ഒരു പ്രത്യേക പ്രകടനവുമായ വിജയസ്തംഭം 1458 1468 ഇടയിൽ റാണ കുംഭ സ്ഥാപിച്ചതാണ്. മാൾവയിലെ സുൽത്താൻ മെഹ്മൂദ് ഷാ
ഒന്നാമൻ ഖിൽജിയെ AD 1440 പരാജയപ്പെടുത്തിയതിൻ്റെ സ്മരണയ്ക്കായി 10 വർഷത്തിനുള്ളിൽ നിർമ്മിച്ച ഇത് 47 ചതുരശ്ര അടി വിസ്തീർണമുള്ള അടിത്തറയിൽ 37.2 മീറ്റർ ഉയരത്തിൽ 9 നിലകളിലായിട്ടാണ് പണിതിരിക്കുന്നത്. 157 പടികളുണ്ട് ഇതിന്. അവിടെ നിന്ന് സമതലങ്ങളുടെയും പുതിയ പട്ടണമായ ചിത്തോഡ്ഗഡിൻ്റെയും നല്ല കാഴ്ച ലഭിക്കും. ഇപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുകളിലേക്ക് പോകാൻ നിർവാഹമില്ല. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന ജോഹർ നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം. ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും മരണത്തെ പുലുകിയ സ്ഥലമാണ് ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞ പ്രകാരം യുദ്ധത്തിൽ തോൽക്കുമെന്നുള്ള ഘട്ടം വന്നാൽ ശത്രു സൈന്യത്തിന് അടിയറവ് പറയാതെ റാണിമാരും തോഴിമാരും മറ്റും തീകുണ്ടത്തിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്ന സ്ഥലം. ഇവിടെ പണ്ടൊരു കുഴിയായിരുന്നു. ഇപ്പോൾ ആ കുഴി തൂർത്ത് ഒരു മൈതാനമാക്കി മാറ്റിയിരിക്കുകയാണ്. അപമാനത്തേക്കാൾ നല്ലത് മരണമാണെന്ന് കരുതി അഗ്നിജ്വാലകളെ സധൈര്യം ഭരിച്ച അന്നത്തെ ആ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കുകളും എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.